ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം 3 വാക്യം. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. ദൈവമായ കർത്താവ് യാക്കോബിനെ തന്റെ പിതൃദേശത്തിലേക്ക് മടങ്ങി ചെല്ലുന്നതിന് വേണ്ടിയിട്ട് വ്യക്തമായ ബോധ്യം കൊടുക്കുന്ന ഒരു വചനഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഇപ്പോൾ യാക്കോബ് ഹാരാനിൽ തൻ്റെ അമ്മയുടെ സഹോദരന്റെ അടുക്കലാണ്. അവിടെ ദീർഘമായ 20 വർഷങ്ങളായി പ്രവാസി കണക്ക് ജോലി ചെയ്തെടുക്കുകയും ആടുകളെ മേയ്ക്കുകയും കുടുംബം കുട്ടികളായി വളരുകയും ചെയ്തിരിക്കുകയാണ്. യാക്കോബിനെ ദൈവം തൻ്റെ പിതൃദേശത്തിലേക്ക് മടക്കി വരുത്തുമെന്നാണ് ഇപ്പോൾ ദൈവം ഇടപെട്ട് യാക്കോബിനോട് സംസാരിക്കുന്നത്. എന്നാൽ ചില അധ്യായങ്ങൾ പിന്നിലേക്ക് നാം പഠിച്ചാൽ യാക്കോബിനോട് ദൈവം ഇതിനു മുൻപും പറയുന്നുണ്ട്, നീ പോകുന്നിടത്തൊക്കെ ഞാൻ കൂടെ ഇരിക്കും, ശേഷം പിതൃദേശത്തിലേക്ക് അപ്പന്റെ നാട്ടിലേക്ക് മടക്കി വരുത്തും എന്ന്. അത് പറയുന്നത് അപ്പനെയും സഹോദരനെയും പറ്റിച്ച് ലാബാന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന യാക്കോബ് ബേഥേലിൽ അന്തി ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലൂടെയായിരുന്നു. എന്തുകൊണ്ട് ദൈവം അപ്പോൾ തന്നെ മടക്കി വരുത്തിയില്ല? അപ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തിന് പിതൃദേശത്തിലേക്ക് മടക്കി വരുത്തി ഏശാവുമായി സന്ധി ചെയ്യുവാനോ സഖ്യത ചെയ്യുവാനോ ദൈവം എന്തുകൊണ്ട് അവസരം കൊടുത്തില്ല? നീണ്ട 20 വർഷം എന്തിന് ലാബാന്റെ അരികിലേക്ക് യാക്കോബിനെ അയക്കണം? ഇതിനൊക്കെയുള്ള ഉത്തരം നമുക്ക് 3 അനുഭവങ്ങളായി ചിന്തിക്കാം. ഒന്ന്, ഈ നീണ്ട 20 വർഷം കൊണ്ട് യാക്കോബ് ക്രമപ്പെടുകയായിരുന്നു. ക്രമരഹിതമായ ഒരു ജീവിതമായിരുന്നു യാക്കോബിൻ്റെത്. പേര് പോലും അങ്ങനെയാണ്, കുതികാൽ പിടിക്കുന്നവൻ. അവന്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അനുസൃതമായി എന്ത് കുതന്ത്രങ്ങൾ മെനയുവാനും അത് പ്രാവർത്തികമാക്കുവാനും യാക്കോബിന് കഴിയുമായിരുന്നു. ജ്യേഷ്ഠന് പായസം കൊടുത്ത് പറ്റിച്ചതും അമ്മയോടൊപ്പം ചേർന്ന് അനുഗ്രഹങ്ങൾ തട്ടിയെടുത്തതും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അവന്റെ അത്യാഗ്രഹത്തിനും അവന്റെ ഇത്തരം പ്രവൃത്തികൾക്കും ശമനമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന കാലമായി 20 വർഷം കൊണ്ട് അവൻ ക്രമപ്പെടുകയാണ്. താൻ അവന്റെ സഹോദരനെ ചതിച്ച് നാട് കടക്കുമ്പോൾ ലാബാന്റെ അരികിൽ വെച്ച് തൻ്റെ ഭാര്യയുടെ പിതാവായ ലാബാനിലൂടെ തന്നെ യാക്കോബും ചതിക്കപ്പെടുന്നുണ്ട്. ചതിക്കപ്പെടുമ്പോൾ അനുഭവിക്കുന്ന വേദന അവന്റെ നെഞ്ചില് അനുഭവേദ്യമാകുന്നുണ്ട്. അങ്ങനെ ഈ യാക്കോബ് പാകപ്പെട്ട് ഒരു പച്ചയായ മനുഷ്യനിൽ നിന്ന് എന്തൊക്കെ കളഞ്ഞ് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ നിൽക്കണമോ അത്തരം ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നീണ്ട 20 വർഷങ്ങൾ എടുക്കുകയാണ്. ഇപ്പോൾ അവൻ തൻ്റെ സഹോദരനോട് പോലും മാപ്പ് പറയുവാനായിട്ട് പ്രാപ്തനാണ്. പ്രിയമുള്ളവരെ, ക്രമമില്ലാത്ത ജീവിതത്തിൽ നിന്ന് ക്രമത്തിലേക്ക് നയിക്കുവാൻ ഇത്തരം ചില പ്രവാസങ്ങൾ, നീണ്ട കാലഘട്ടങ്ങൾ ദൈവം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും അനുവദിക്കും. അത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആകാം. തിരിച്ചറിഞ്ഞ് ദൈവാശ്രയത്തോടെ ദൈവഹിതത്തിന് വേണ്ടി പണിയപ്പെടുവാൻ വിനയപ്പെട്ടു കൊടുത്താൽ ഈ ഒരു പീരീഡ് വളരെ വേഗത്തിലാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രാർത്ഥനയോടെ അത്തരം ഒരു സാഹചര്യത്തിലാണ് നാം എങ്കിൽ ദൈവസന്നിധി വിനയപ്പെടാം. ദൈവം നമ്മെ നന്നായി പണിയട്ടെ. 2, ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ നീണ്ട 20 വർഷം കൊണ്ട് യാക്കോബിന് ജനിക്കുന്നത് 11 മക്കളാണ്. ഇന്നത്തെ ഇതിൽ ഒരു മകനും കൂടെ ജനിക്കുന്നുണ്ട്. ഈ 11 മക്കൾ അല്ലെങ്കിൽ 12 മക്കൾ 20 വർഷങ്ങൾ കൊണ്ട് യാക്കോബ് നേടിയെടുത്ത പുത്ര സൗഭാഗ്യമാണ്. എന്തുകൊണ്ട് ഈ 12 മക്കൾ? പ്രിയമുള്ളവരെ, ഈ 12 മക്കളാണ് പിന്നത്തതിൽ 12 ഗോത്രങ്ങളായി ഇസ്രായേലിൽ അറിയപ്പെട്ടത്. 12 ഗോത്രങ്ങൾ ഉത്ഭവിക്കുന്നതിന് വേണ്ടി ഈ ഒരു നീണ്ട 20 വർഷം ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം വെറുതെ അല്ല ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. 12 ഗോത്രങ്ങൾ ഉത്ഭവിക്കുവാൻ 20 വർഷം യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചില നന്മകളെ നേടിയെടുക്കുവാൻ ഇത്തരത്തിലുള്ള ചില കാലഘട്ടങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലും വയ്ക്കുമെന്ന തിരിച്ചറിവ് നമ്മെ നയിക്കട്ടെ. ഒടുവിലായി എന്തിനായിരുന്നു ഈ 20 വർഷം എന്ന് ചോദിച്ചാൽ, കുതികാൽ പിടിക്കുന്നവൻ എന്ന യാക്കോബിനെ ദൈവം ഭരിക്കുന്ന ഇസ്രായേലാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ നീണ്ട 20 വർഷം. അതായത് അമ്മ ജന്മം കൊടുക്കുമ്പോൾ കുതികാല് പിടിച്ചുകൊണ്ട് വന്ന യാക്കോബ്, കുതികാല് പിടിച്ചുകൊണ്ട് തന്നെ പലതും നേടിയ യാക്കോബ്, യാബോക്ക് കടവിൽ വെച്ച്
ദൈവത്തോട് മല്ല് പിടിച്ച് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് ആ നിരന്തര പ്രാർത്ഥനയുടെ പരിശ്രമ ഫലമായി ദൈവം ഭരിക്കുന്നവനായി, ദൈവം നയിക്കുന്നവനായി രൂപപ്പെടുന്നുണ്ട്. പിന്നെ ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം യാക്കോബിന് സംജാതമാകുന്നുണ്ട്. ദൈവം സ്വപ്നത്തിലൂടെയും അരുളപ്പാടുകളിലൂടെയും ദൂതന്മാരിലൂടെയും ഒക്കെ ഈ യാക്കോബിനെ നയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആരായിരുന്ന യാക്കോബ് ആരായി തീർന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു അനുഭവമാണ്. ലോകത്തിൻ്റെ അനുഭവങ്ങൾക്ക് വേണ്ടി ജീവിച്ചവൻ ഇപ്പോൾ ദൈവഹിതത്തിന് വേണ്ടി തന്നെ വിനയപ്പെടുത്തുന്നു. നമുക്കും നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് വിനയപ്പെടുത്താം. ദൈവം നമ്മോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇപ്പോൾ ഞാനിതാ നിന്നെ മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് കൂടെയിരിക്കും, കാരണം നീ അതിനു വേണ്ടി പാകപ്പെട്ടിട്ടുണ്ട്. നമുക്കും അത്തരം ഒരു പാകപ്പെടൽ സർവശക്തനായ ദൈവം നൽകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ ദിവ്യമായ സന്നിധിയിൽ നിന്ന് അങ്ങേക്ക് ഹിതകരമല്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് അകന്നുപോയ ഞങ്ങളെ മടക്കി വരുത്തുവാൻ അങ്ങേക്ക് മനസ്സാകുന്നതിന് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി അങ്ങ് അനുവദിക്കുന്ന ചില കാലഘട്ടങ്ങളെ പ്രാർത്ഥനാപൂർവം ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുവാൻ, പണിയുന്ന ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ യാക്കോബ് ഇസ്രായേൽ ആയതുപോലെ ഞങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള മക്കളായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ.